LDF കൺവീനർ പിന്നിലേക്ക് പോകുന്നു, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിന്നിലേക്ക് പോകുന്നു, പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ തന്നെ പിന്നിലേക്ക് പോകുന്നു. ശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ UDF തരംഗം എന്നൊക്കെ തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിലാണ് ഇപ്പോഴത്തെ ലീഡ് നില മുന്നോട്ട് പോകുന്നത്. മഞ്ചേശ്വരത്ത് AK മഷ്റഫിലൂടെ UDF ലീഡ് നില തിരിച്ചുപിടിക്കുന്നു. അമ്പലപ്പുഴയിൽ G സുധാകരൻ്റെ ലീഡ് ക്രമാനുഗതമായി വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ മുന്നിലേക്ക് വരുന്നു. ചടയമംഗലത്ത് J ചിഞ്ചുറാണിയെ പിന്നിലാക്കിക്കൊണ്ട് MM നസീർ 704 വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിൽ നിൽക്കുന്നു. നെടുമങ്ങാട് GR അനിൽ തന്നെയാണ് ഇപ്പോഴും മുന്നിൽ. തൃത്താലയിൽ VT ബൽറാം മുന്നിലേക്ക് വരുന്നു. MP രാജേഷ് പിന്നിലേക്ക് പോവുകയാണ്. മണലൂരിൽ 1900 വോട്ടുകൾക്ക് TN പ്രതാപൻ മുന്നിൽ വരികയുന്നു. നാട്ടികയിൽ ഗീതാ ഗോപി എന്തായാലും മുന്നിലേക്ക് വരികയാണ്. ചടയമംഗലം J ചിഞ്ചുറാണി, കൊല്ലം ചടയമംഗലം J ചിഞ്ചുറാണി പിന്നിലാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പലയിടങ്ങളിലും ജില്ല തിരിച്ചുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ മലപ്പുറത്ത് 16ഇടത്തും UDFന്റെ ഒരു തേരട്ടം, ലീഗിന്റെ ഒരു മുന്നേറ്റം തന്നെയാണ് മലപ്പുറത്ത് കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട് 13ഇടത്ത് 9ഇടത്ത് UDF, 3ഇടത്ത് LDF, 1ഇടത്ത് NDA എന്നുള്ളതാണ് കോഴിക്കോട് കണക്ക് വരുന്നത്. വയനാട് നോക്കുകയാണെങ്കിൽ വയനാടുള്ള ആകെയുള്ള 3 സീറ്റുകളിൽ 3ഇടത്തും UDFന്റെ ഒരു മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ നിശ്ചയമായും തങ്ങളുടെ മണ്ഡലം ഷുവറാണെന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. പക്ഷേ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും പിന്നിലേക്ക് പോകുക എന്നുള്ളത്. തുടർച്ചയായി 2ാം റൗണ്ടിലും മുഖ്യമന്ത്രി പിന്നിൽ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2523 വോട്ടുകൾക്കാണ് ഇപ്പോൾ അദ്ദേഹം പിന്നിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഈ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്ന ഘട്ടത്തിൽ മാത്രമാണ് അദ്ദേഹം മുന്നിലായത്. ആദ്യ റൗണ്ടിൽ വോട്ടിംഗ് മെഷീനിൽ ആദ്യ റൗണ്ടിലും ഇപ്പോൾ 2ാം റൗണ്ടിലും പിണറായി വിജയൻ പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തൃക്കാക്കരയിൽ ഉമാ തോമസ് 2384 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. സ്വാഭാവികമായും അത് UDFന്റെ ഒരു ഉറച്ച മണ്ഡലമാണ്. ഏറനാട് PK ബഷീർ 4234 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. അമ്പലപ്പുഴയിൽ G സുധാകരൻ 1576 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. മണലൂരിൽ TN പ്രതാപൻ 294 വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. മുഖ്യമന്ത്രി പിന്നിട്ട് നിൽക്കുമ്പോൾ അമ്പലപ്പുഴയിൽ G സുധാകരൻ അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ധർമ്മടത്ത് UDF ലീഡ് ഉയർത്തുകയാണ്. 2523 വോട്ടുകൾക്കാണ് UDF അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. ധർമ്മടത്ത് ലീഡ് ഉയർത്തുകയാണ് അബ്ദുൾ റഷീദ്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ കണക്കുകൂട്ടലും ഒക്കെ തെറ്റുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം 2 റൗണ്ടിലും അദ്ദേഹം പിന്നിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കണ്ണൂർ ജില്ലയാണ്, ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്, CPMന്റെ കരുത്തുറ്റ കോട്ടയാണ്. ആ കോട്ട, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഇടം പോലും സുരക്ഷിതമല്ല എന്ന് CPMന് തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 2523 എന്ന വലിയൊരു മാർജിനോ അല്ലെങ്കിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാവുകയാണ് ഈ ഘട്ടത്തിൽ എന്തായാലും ഉണ്ടാകുന്നത്. VK പ്രശാന്ത് വീണ്ടും മുന്നോട്ട് വരികയാണ്. അവിടെ K മുരളീധരൻ പിന്നോട്ട് പോകുന്നു. പക്ഷേ ടൈറ്റ് കോമ്പറ്റീഷനാണ്. 97 വോട്ടുകൾക്കാണ് VK പ്രശാന്ത് മുന്നിട്ട് നിൽക്കുന്നത്. UDFന് മികച്ച മുന്നേറ്റം ഉണ്ടാകുമ്പോഴും അവർക്ക് ആശങ്ക ഉയർത്തുന്ന രണ്ട് കാര്യം. അവരുടെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ, ഒന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും K മുരളീധരനും പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. പൊതുവെ മറ്റെല്ലാ പ്രധാനപ്പെട്ട UDF നേതാക്കളും മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവും K മുരളീധരനും ഈ രീതിയിൽ പിന്നോട്ട് നിൽക്കുന്നത്. അതേസമയം വട്ടിയൂർക്കാവിൽ മത്സരം ഇഞ്ചോടിഞ്ചാണ്. നാമമാത്രമായ വോട്ടുകൾക്ക് മാത്രമാണ് ഇപ്പോൾ മുരളീധരൻ പിന്നിട്ട് നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിലും സമാനമായ സ്ഥിതി തന്നെയാണുള്ളത്. ഏത് നിമിഷവും അത് മാറിമറിയാം. നേമത്തെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ ലീഡ് 1000-ന് മുകളിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. BJPക്ക് സന്തോഷിക്കാൻ വകയുള്ള രീതിയിൽ അവിടെ മത്സരം ഇഞ്ചോടിഞ്ചാണെങ്കിലും ക്രമാനുഗതമായി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ ലീഡ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നേമത്ത്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും LDFന് അനുകൂലമായി നിൽക്കുന്നു എന്ന് കരുതുമ്പോഴും ആലപ്പുഴ AD തോമസ് UDF സ്ഥാനാർത്ഥി മുന്നിൽ വരികയാണ്. കായംകുളത്ത് M ലിജു മുന്നിലേക്ക് വരുന്നു. അമ്പലപ്പുഴയിൽ G സുധാകരൻ മുന്നിലേക്ക് വരുന്നു. ചെങ്ങന്നൂരിൽ മാത്രമാണ് അവർക്ക് നേരിയ ആശ്വാസം. അതും 782 വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് മന്ത്രി സജി ചെറിയാന് ഉള്ളത്. ഒപ്പം തന്നെ മാവേലിക്കരയിൽ മുത്താരരാജ് 2746 അവരുടെ ലീഡ് നില ഉയർത്തുകയാണ്. സിറ്റിംഗ് MLA ആണ്. MS അരുൺകുമാറിനെ പിന്നിലാക്കിക്കൊണ്ടാണ് മുത്താരരാജ് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത്. 2746 എന്ന നിലയിലേക്ക് ലീഡ് നില ഉയർത്തുകയാണ്. ശക്തമായ പോരാട്ടം UDF പലയിടത്തും, പ്രത്യേകിച്ച് ഇടത് കോട്ടകളിലാണെന്ന് തോന്നുന്നു ഒരുപക്ഷെ UDF ഗംഭീരമായ ഒരു പോരാട്ടം നടത്തുന്നത്. ലീഗിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. മലപ്പുറം ജില്ലയിൽ ആകെയുള്ള 16 മണ്ഡലങ്ങളിലും 16ഇടത്തും ലീഡ് ചെയ്യുന്നത് UDF ആണ്. അവിടെ ലീഗിൻ്റെ പങ്ക് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല. ഒപ്പം തന്നെ കളമശ്ശേരിയിൽ ഇപ്പോൾ V അബ്ദുൽ ഗഫൂർ 760 വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിലാവുകയാണ്. എലത്തൂരിൽ മറ്റൊരു മന്ത്രിയാണ്, ഇടതു മുന്നണിയുടെ മറ്റൊരു മന്ത്രി AK ശശീന്ദ്രൻ പിന്നിലാവുകയാണ്. അവിടെ വിദ്യാ ബാലകൃഷ്ണനാണ് ഇപ്പോഴും അവിടെ ലീഡ് ചെയ്യുന്നത്. ലീഡ് നില കൃത്യമായി ഉയർത്താൻ വിദ്യയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മണലൂരിൽ TN പ്രതാപൻ മുന്നിലേക്ക് വരുന്നു. മഞ്ചേശ്വരത്ത് AK മഷ്റഫ് 6000-ൽ പരം വോട്ടുകൾക്ക് 6136 വോട്ടുകൾക്കാണ് ഇപ്പോൾ AK മഷ്റഫ് മഞ്ചേശ്വരത്ത് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഒറ്റപ്പാലത്ത് K പ്രേംകുമാർ തിരിച്ചു വരുന്ന ഒരു കാഴ്ച. നേരത്തെ അങ്ങനെയല്ലായിരുന്നു, ഇപ്പോൾ വീണ്ടും അദ്ദേഹം സിറ്റിംഗ് MLA ആണ്. പ്രേംകുമാർ തിരിച്ചു വരുന്നു.
വള്ളിക്കുന്ന് TV ഇബ്രാഹിം 3012 വോട്ടുകൾക്ക് മുന്നിലാണ്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് 5871 വോട്ടുകൾക്ക് മുന്നിലാണ്. തിരുവനന്തപുരത്ത് CP ജോൺ തിരുവനന്തപുരം സെൻട്രലിൽ 1360 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. മണലൂരിൽ രവീന്ദ്രനാഥ് ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. അദ്ദേഹം 24 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. മണലൂരിൽ രവീന്ദ്രനാഥ് TN പ്രതാപനേക്കാൾ 24 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 2ാം റൗണ്ട് പൂർത്തിയായപ്പോൾ UDF സ്ഥാനാർത്ഥി AKM അഷ്റഫ് 5024 തൻ്റെ ലീഡ് ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ K. സുരേന്ദ്രൻ NDA സ്ഥാനാർത്ഥി അവിടെ ലീഡ് ചെയ്തിരുന്നുവെങ്കിലും 2 റൗണ്ട് പൂർത്തിയായപ്പോൾ ഇപ്പോൾ മഞ്ചേശ്വരത്ത് UDFന്റെ മുന്നേറ്റമാണ്. 5024 വോട്ടുകൾക്ക് AKM അഷ്റഫ് ലീഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയിൽ ആകെയുള്ള 5 സ്ഥലങ്ങളിലും UDF മുന്നേറുന്നു. ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട് എല്ലായിടത്തും കൃത്യമായിട്ടുള്ള ലീഡ് നിലയുണ്ട്. തൊടുപുഴയിൽ 5340 വോട്ടുകൾക്കാണ് UDF അവിടെ മുന്നിൽ നിൽക്കുന്നത്. കോട്ടയം ജില്ല പരിശോധിക്കുമ്പോൾ ആകെയുള്ള 9 മണ്ഡലങ്ങളിൽ 5 UDFും 4 മാത്രമാണ് LDFന് മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. അത് വൈക്കവും ചങ്ങനാശ്ശേരിയുമാണ്. മറ്റെല്ലായിടത്തും പാലായിലും കടുത്തുരുത്തിയിലും ഏറ്റുമാനൂരിലും കോട്ടയവും പുതുപ്പള്ളിയും ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായി മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും.